ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ ലിറ്ററേച്ചർ. ഈ വീഡിയോ കണ്ട് ഈ ഒരു ടോപ്പിക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദാറ്റ്സ് ഇറ്റ്. നമുക്ക് നോക്കാം. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് അമേരിക്കൻ ലിറ്ററേച്ചർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. ദ കൊളോണിയൽ പീരിയഡ്, ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1607 to 1776. ഈ സമയത്താണ് 13 കോളനീസ് ബ്രിട്ടീഷ് കോളനൈസ്ഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ദ ഫസ്റ്റ് പെർമനൻറ്റ് ബ്രിട്ടീഷ് കോളനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1607 ഇൻ ജെയിംസ് ടൗൺ, വിർജീനിയ. ദ ടു ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ഓഫ് ദിസ് പീരീഡ് എന്ന് പറയുന്നത് ഓഫ് അമേരിക്കൻ റവല്യൂഷൻ എന്ന് പറയുന്നത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആൻഡ് തോമസ് പൈനെ. Notable works of this period: the autobiography of Benjamin Franklin and Cotton Mather's in The Christian Philosopher. Next we have the early national period, that is from 1776 to 1830. ഇൻ ജൂലൈ 1776 അമേരിക്കക്ക് ബ്രിട്ടനിൽ നിന്നും ഇൻഡിപെൻഡൻസ് ലഭിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് കോളനീസ് ഓഫ് അമേരിക്ക എന്ന പേരിൽ നിന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നൊരു ട്രാൻസിഷൻ, ആ ഒരു നെയിം ചേഞ്ച് നടന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് റൊമാൻറ്റിക് ഏജ് ആണ്. ഈ ഒരു പീരീഡിനെ ട്രാൻസെൻഡലിസം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ട്രാൻസെൻഡലിസം. Important persons of this movement are Ralph Waldo Emerson, Henry David Thoreau, and Walt Whitman. Next we have the realistic period, starts from 1865 to 1900. ഈ ഒരു പീരീഡ് നടക്കുന്നുള്ളത് ടേക്സ് പ്ലേസ് ആഫ്റ്റർ ദ അമേരിക്കൻ സിവിൽ വാർ. സോ അമേരിക്കൻ സിവിൽ വാറിന് ശേഷമാണ് റിയലിസ്റ്റിക് പീരീഡിന് തുടക്കമെന്ന് പറയുന്നത്. ദ അമേരിക്കൻ സിവിൽ വാർ വാസ് ഫോർട്ട് ബിറ്റ്വീൻ നോർത്ത് യു എസ് എയും സൗത്ത് യു എസ് എയും തമ്മിലുള്ള ഒരു വാറായിരുന്നു അമേരിക്കൻ സിവിൽ വാർ. ആൻഡ് ഈ ഒരു വാറിൽ നോർത്ത് ഹാസ് വോൺ ദ സിവിൽ വാർ. ആൻഡ് ഡ്യൂ ടു ദിസ് റീസൺ, അതുകൊണ്ട് തന്നെ എക്കണോമിക്കായിട്ടും കൊമേഴ്ഷ്യലൈസ് ആയിട്ടും ഒരു കൺസ്യൂമറിസം ഒക്കെ അമേരിക്കയിൽ ഫ്ലറിഷ് ആകുന്നുണ്ട് ആഫ്റ്റർ വിന്നിങ് ദ സിവിൽ വാർ. ഈ ഒരു റിയലിസ്റ്റിക് പീരീഡിന് ദ ഗിൽഡഡ് ഏജ് ആയിട്ടും പറയുന്നുണ്ട്. ദിസ് പീരീഡ് ഈസ് ഓൾസോ നോൺ ആസ് ദ ഗിൽഡഡ് ഏജ്. ഈ ഒരു ഗിൽഡഡ് ഏജ് എന്ന് പറയുന്ന ഈ ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത് മാർക്ക് ട്വൈൻ ആണ്. ഓക്കെ, വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദ റിയലിസ്റ്റിക് പീരീഡ് എന്ന് പറയുന്നത് റിയലിസം ആണ്. ബിക്കോസ് ഇറ്റ് ഡയറക്റ്റ്ലി എഗെയിൻസ്റ്റ് ദ റൊമാൻറ്റിസിസം. റൊമാൻറ്റിസത്തിൽ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സിനോടും എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഒരു റിയലിസം ഏജ് വരുന്നുള്ളത്. ബിക്കോസ് റിയലിസം ഫോക്കസ്ഡ് ഓൺ ദ ഹാർഷ് റിയാലിറ്റീസ് ഓഫ് ദ ലൈഫ്. ഫേമസ് റൈറ്റേഴ്സ് ഓഫ് ദിസ് പീരീഡ് എന്ന് പറയുന്നത് മാർക്ക് ട്വെയിൻ, ഹെൻറി ജെയിംസ്. നെക്സ്റ്റ് വി ഹാവ് ദ നാച്ചുറലിസ്റ്റ് പീരീഡ്. After the realism, we have the naturalism. It was influenced by Charles Darwin's natural selection and survival of the fittest. Notable writers of this period are Theodore Dreiser and Jack London. After the naturalist period, we have the modernist period. ഇതെല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. മോഡേണിസ്റ്റ് പീരീഡ്, ദ ടൈം ഡ്യൂറേഷൻ വാസ് 1914 to 1945. എസ്ര പൗണ്ട് ആണ് ഈ ഒരു മോഡേണിസ്റ്റ് പോയട്രി മൂവ്മെൻറ്റ് അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്തത്, കോൾഡ് ഇമാജിനിസം. എസ്ര പൗണ്ട് സ്റ്റാർട്ടഡ് ദ മോഡേണിസ്റ്റ് പോയട്രി മൂവ്മെൻറ്റ് ഇൻ അമേരിക്ക, കോൾഡ് ഇമാജിനിസം. എന്താണ് ഇതിലെ ക്യാരക്ടറിക് ഫീച്ചർ എന്ന് പറയുന്നത്? വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദിസ് പീരീഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റീവ് പോയട്രി ആണ്, വിത്ത് നോ എക്സസീവ് യൂസ് ഓഫ് അഡ്ജക്റ്റീവ്സ്. അഥവാ മെറ്റഫേഴ്സും അഡ്ജക്റ്റീവ്സ് ഒന്നും കൂടാത്ത ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റീവ് പോയട്രി ആണ് ഈ ഒരു മോഡേണിസ്റ്റ് പോയട്രി എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഏജിലെ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ജാസ് ഏജ് അഥവാ ദ റോറിംഗ് 20s എന്ന് പറയും. ദിസ് വാസ് ദ പീരിയഡ് റൈറ്റ് ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ. ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ എന്താണ്, ലോട്ട് ഓഫ് എക്കണോമിക് പ്രോസ്പെരിറ്റി വന്നിട്ടുണ്ട്, എക്കണോമിക് ഗ്രോത്ത് വന്നിട്ടുണ്ട്, കൺസ്യൂമറിസം ഒക്കെ അമേരിക്കയിൽ ഫ്ലറിഷ് ആയിട്ടുണ്ട്. അതൊക്കെയാണ് ജാസ് ഏജ് എന്ന് പറയുന്നത്. ജാസ് ഏജിലെ എല്ലാ സംഭവങ്ങളും കറക്റ്റായിട്ട് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ള ഒരു നോവലാണ് എഫ് സ്കോട്ട് ഫിറ്റ്സ്ജെറാൾഡ് എഴുതിയ ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബൈ. നെക്സ്റ്റ് തിങ് ഈസ് ദാറ്റ് ദ പീരിയഡ് ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമുള്ള പീരീഡിന് ലോസ്റ്റ് ജനറേഷൻ എന്നും പറയാറുണ്ട്. ഈ ഒരു ടേം കോയിൻ ചെയ്തത് ബൈ ഗെർട്രൂഡ് സ്റ്റെയിൻ.
The lost generation means ഈ ഒരു ടേം ഇറ്റ് ഈസ് റെഫറിങ് ടു എ ഗ്രൂപ്പ് ഓഫ് അമേരിക്കൻ റൈറ്റേഴ്സ്. അമേരിക്കൻ റൈറ്റേഴ്സിനെയാണ് ഈ ഒരു ടേം റെഫർ ചെയ്യുന്നുള്ളത്. ഹു ഇമിഗ്രേറ്റഡ് ടു യൂറോപ്പ് ആൻഡ് വർക്ക്ഡ് ഫ്രം എൻഡ് ഓഫ് വേൾഡ് വാർ ഫസ്റ്റ് until the Great Depression in the 1930s. ദ ജനറേഷൻ വാസ് ലോസ്റ്റ് ഇൻ ദ സെൻസ്. എന്തുകൊണ്ടാണ് അവർ ലോസ്റ്റ് എന്ന് പറയുന്നത്? കാരണം ഇതിനൊരു വാല്യൂസൊന്നും ഒരു പോസ്റ്റ് വാർ വേൾഡിൽ റെലവൻ്റ് ആയിട്ട് പറയുന്നില്ല. അതുകൊണ്ടാണ് ഫേമസ് ആയിട്ടുള്ള ലോസ്റ്റ് ജനറേഷൻ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഏർണസ്റ്റ് ഹെമിംഗ്വേ ആൻഡ് എഫ് സ്കോട്ട് ഫിറ്റ്സ്ഗെറാൾഡ്. ലാസ്റ്റ്ലി വി ഹാവ് ദ കണ്ടംപററി പീരിയഡ്. അതായത് 1945 തൊട്ട് അപ് ടു പ്രസൻറ്റ് പീരീഡിനെയാണ് കണ്ടംപററി പീരീഡ് എന്ന് പറയുന്നത്. വിച്ച് ഹാസ് എമേർജ്ഡ് ഫ്രം വേൾഡ് വാർ സെക്കൻഡ് ആണ് ഇത് തുടങ്ങുന്നുള്ളത്. ആൻഡ് എൻഡേർഡ് ഇൻ ദ ലേറ്റ് 1940s. ഇമ്പോർട്ടൻറ്റ് ലിറ്റററി മൂവ്മെൻറ്റ് ഓഫ് ദിസ് പീരീഡ് എന്ന് പറയുന്നത് ദ ബീറ്റ് ജനറേഷൻ. ദ ടേം വാസ് കോയിൻഡ് ബൈ ജാക്ക് കെറുവാക്ക്. Writers associated in the Beat generation are Jack Kerouac, Allen Ginsberg, etc. ഈ ഒരു ബീറ്റ് ജനറേഷൻ റൈറ്റേഴ്സ് അവർക്ക് തോന്നിയ അലിനേഷൻ അഥവാ ഒരു ഡിസ്റ്റൻസ് ഫ്രം ദ സൊസൈറ്റി, അതുപോലെ തന്നെ അഡോപ്റ്റിംഗ് എ ന്യൂ സ്റ്റൈൽ ഓഫ് ഡ്രസ്, മാനറിസംസ്, വെക്കാബുലറി ഫ്രം ദ ജാസ് മ്യൂസീഷ്യൻസ്, ഇതിനൊക്കെ കുറിച്ചിട്ടാണ് ഇവർ എഴുതുന്നുണ്ടായിരുന്നത്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ അഥവാ ലിറ്റററി ബാക്ക്ഗ്രൗണ്ട്സ് ഓഫ് ദ അമേരിക്കൻ ലിറ്ററേച്ചർ. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്